ബുദ്ധിമുട്ടായോ സാർ വിളിപ്പിച്ചത്? ഇതുപോലുള്ള മക്കളുണ്ടെങ്കിൽ ബുദ്ധിമുട്ടിയല്ലേ പറ്റൂ. ഇവരെ പരിചയമുള്ളതുകൊണ്ടാ കേസൊന്ന് രജിസ്റ്റർ ചെയ്യായിരുന്നത്. രജിസ്റ്റർ ചെയ്യണമായിരുന്നു. ജയിലിൽ കിടക്കണമായിരുന്നു കുറച്ചു ദിവസം. ചോദിക്കുന്നതുകൊണ്ട് വിഷമവും തോന്നരുത്. വീട്ടുകാരുമായി പിണങ്ങിയിട്ട് ആ ഹോട്ടലിൽ വന്ന് താമസിക്കുന്നെന്നാ ഇവര് പറഞ്ഞത്. ശരിയാണല്ലോ അല്ലേ? ശരിയാണ്. വളർത്തി ഇത്രയും വലുതാക്കിയതിന് ഞങ്ങളെ ശിക്ഷിക്കണമല്ലോ. അതിനുവേണ്ടിയല്ലേ ഇവിടെ ഇറങ്ങിപ്പോയത്. സാറിനറിയാലോ, സകല ഫ്രീഡവും കൊടുത്താ ഞാനിവിടെ വളർത്തിയത്. ഒരിടത്തും അനാവശ്യമായിട്ട് ഞാൻ ഇവളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിയിട്ടില്ല. സ്വന്തം ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുമെന്നായിരുന്നു അപ്പോഴൊക്കെ എൻ്റെ പ്രതീക്ഷ. അതൊക്കെ തെറ്റി. ഒരെണ്ണേ ഉള്ളുവെങ്കിലും ഒലക്കെ കടിച്ച് വളർത്തണമെന്നാ പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. അത് സത്യമാണെന്ന് എനിക്ക് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലായി. കേട്ടല്ലോ, വളർത്തി വലുതാക്കിയ ഒരു അച്ഛന്റെ വേദനയാ വാസുദേവൻ സാർ പ്രകടിപ്പിച്ചത്. പഠിപ്പും വിവരമൊക്കെ ഉള്ളവരല്ലേ നിങ്ങള്? ആരോടാ വാശി കാണിക്കുന്നത്? അതുകൊണ്ട് ആർക്കാ ഗുണം? മര്യാദയ്ക്ക് ഹോട്ടലിലെ താമസമൊക്കെ മതിയാക്കി ഇപ്പൊ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നോക്ക്. അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ എന്തിലെങ്കിലും പെടും. അങ്ങനെ പെട്ടാൽ എന്റെ ഭാഗത്തുനിന്ന് ഇന്ന് കിട്ടിയതിലുള്ള ദാക്ഷിണ്യൊന്നും പ്രതീക്ഷിക്കണ്ട. മനസ്സിലായോ? കൊണ്ടുപോകുള്ളൂ സാർ. ഫോർമാലിറ്റീസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ശരി. നിന്റെ മുമ്പിൽ 2 ചോയ്സ് ഉണ്ട്. 1, എല്ലാം മറന്ന് നിനക്ക് ഞങ്ങളുടെ കൂടെ വരാം. 2, ഇതുവരെ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തുടരാം. 1ാമത്തെ ചോയ്സാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പിന്നെയുമുണ്ട് കണ്ടീഷൻ. ഞങ്ങൾ പറയുന്ന കേട്ടായിരിക്കും പിന്നീടുള്ള ജീവിതം. അതല്ല 2ാമത്തെ ചോയ്സാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ സഹായിക്കാൻ ഞങ്ങളുണ്ടായെന്ന് വരില്ല. ആലോചിക്കേ, എന്നിട്ട് നീ ഒരു തീരുമാനം പറ. ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാ എന്തുകൊണ്ട് നിനക്ക് നല്ലത്. വന്ന നഷ്ടപ്പെട്ടത് മുഴുവൻ നിനക്ക് തിരിച്ചു കിട്ടും. ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്ക്. എന്തായാലും നീല് നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല. പിന്നെ ആരോട് ദേഷ്യം തീർക്കാനാ നീ ഇങ്ങനെ ഹോട്ടലിൽ കഴിയുന്ന? അതെന്താന്നറിയോ? നീ മിണ്ടരുത്. ഇത് ഞങ്ങൾ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നം. നീ ഇതിൽ ഇടപെടണ്ട കേട്ടോ. പലരും പലതും പറഞ്ഞു ഉപദേശിക്കാൻ കാണും. അതൊക്കെ അവസാനം നിനക്ക് തലവേദനയായിട്ടേ വരൂ. ഇതൊരു ഗോൾഡൻ ചാൻസാ. എല്ലാം അവസാനിപ്പിച്ച് നീ ഞങ്ങളുടെ കൂടെ അങ്ങ് വന്നേക്കണം കേട്ടോ. മറ്റാരെക്കാളും നല്ലൊരു ജീവിതം നിനക്ക് ഞാൻ ഉണ്ടാക്കി തരാം. വരുന്നില്ലെങ്കിൽ തെരുവിൽ കിടന്ന് കഷ്ടപ്പെടാനായിരിക്കും നിന്റെ യോഗം. എടീ, നീയൊക്കെ എത്ര ശ്രമിച്ചാലും ഒരു ശരാശരി ജീവിതമേ ജീവിക്കാൻ പറ്റൂ. എവിടെയെങ്കിലും മാസശമ്പളത്തിന് പോയാ എന്ത് കിട്ടും നിനക്കൊക്കെ? ഏറിയാൽ 30,000 രൂപ. അതിൽ നിന്ന് ഹോസ്റ്റൽ ചെലവും ഭക്ഷണവും കഷ്ടിച്ച് ജീവിക്കാനും നിന്നെക്കൊണ്ട് പറ്റൂ. എന്റെ കൂടെയാണെങ്കിൽ ഈ പറയുന്ന തുക മാസം ഡ്രസ്സ് എടുക്കാൻ തന്നെ ഉപയോഗിക്കാം. ആർഭാടവും സുഖസൗകര്യങ്ങളും നിറഞ്ഞ ജീവിതം വേണോ അതോ കഷ്ടപ്പാടുള്ള ജീവിതം വേണോ നിനക്ക് തീരുമാനിക്കാം. വേദേ, ഇപ്പൊ നീ പറ്റില്ലെന്ന് പറഞ്ഞ പിന്നെ ഒരിക്കലും നിനക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അറിയാലോ അച്ഛനെ, പറഞ്ഞതാ. മണ്ടത്തരം കാണിക്കാതെ വന്ന് വണ്ടി കയറി നമുക്ക് വീട്ടിലോട്ട് പോവാം. എന്ത് തീരുമാനിച്ചു നീ? ഞാൻ വരാം.